നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അത് ഏട്ടൻ പറഞ്ഞതിന്റെ കുഴപ്പമില്ല, നിങ്ങൾ കേട്ടതിന്റെ കുഴപ്പാ. രുദ്ര അവനെ നോക്കാ പുച്ഛം വാരി ഉതിരിക്കൊണ്ട് പറഞ്ഞു. രാഹുവിനെ നോക്കി പല്ല് കടിച്ചു. എന്നാ പിന്നെ വൈകാ ചേട്ടന്മാരോരോന്ന് അങ്ങ് ചെന്നാട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് അവർക്ക് അവിടേക്ക് പോകാൻ വേണ്ടി ഒരരികിലേക്ക് മാറി കൊടുത്തു. ഹ, ഇങ്ങനെ പാശു ചാണകിട്ട് കണക്കിൽ നിൽക്കാതെ അങ്ങ് ചെല്ല് സുധാകര, സമയം പോകുന്നത് നീ കാണുന്നില്ലേ? മേഘൻ പറഞ്ഞുകൊണ്ട് അവന്റെ തോളിൽ പിടിച്ച് മുന്നിലേക്കൊന്ന് തള്ളി. ആ വന്നാട്ടെ, നിന്നാട്ടെ, പൊക്കിയാട്ടെ, ഓയ് ഓയ് ഓയ്. രാഘു അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവരെല്ലാവരും വന്നാമർഷ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇന്ദ്രനും മേഘനും ഒപ്പം കൊടിമരം ഉയർത്തി. ദേവി ശരണം. കൊടിമര ആ കുഴിയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മേഘന്റെ ഇന്ദ്രന്റെയും ചുണ്ടുകൾ ഒരുപോലെ ചലിച്ചു. തന്റെ ഒരു പദ്ധതി നടക്കാതെ വന്നു ശിവശങ്കരൻ തമ്പിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഇനി സഞ്ചരിക്കാൻ മുന്നിൽ വഴികൾ ഏതുമില്ലെന്ന് തിരിച്ചറിയേ അയാൾ ആകെയൊന്നും ഉലഞ്ഞു. വർഷങ്ങളായുള്ള തന്റെ കാത്തിരിപ്പാണ്, പരിശ്രമമാണ് ഒരൊറ്റ ദിനം കൊണ്ട് ഇരുട്ടിലാണ്ട് വെളിച്ചം കാണാതെ പോയത്. ഇതിനെല്ലാത്തിനും കാരണക്കാരനായവനെ വലിച്ചു കീറിയാനുള്ള ക്രോധം അയാളിൽ ആളി കത്തിക്കൊണ്ടിരുന്നു. മേഘനാഥ. അയാളുടെ പല്ലുകൾക്കിടയിൽപ്പെട്ട് അവന്റെ നാമം ഒന്ന് ഞെരിഞ്ഞമർന്നുകൊണ്ട് പുറത്തേക്ക് വന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എല്ലാവർക്കും മുന്നേ ആദ്യം വീഴേണ്ടവൻ അത് നീയായിരുന്നു. അയാൾ അത്യധികം ക്രോധത്തിൽ പറഞ്ഞു. അയാളുടെ ഉള്ളിലെ രോഷാത്രയും പുറന്തള്ളിക്കൊണ്ട് അവിടെ മുറിയിലുണ്ടായിരുന്ന ചില്ലലമാരി അയാൾ തന്റെ വടി കൊണ്ട് അടിച്ച് തകർത്തു. ആ സമയം തന്നെയാണ് അയാളുടെ ഫോൺ ശബ്ദിച്ചതും. അയാൾ അത്യധികം ദേഷ്യത്തിൽ കയ്യിലെ ഊന്നുവടി നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. അയാളുടെ ഗൗരവപൂർവ്വമുള്ള ശബ്ദം കേട്ടതും ഫോണിന്റെ അങ്ങേ തലക്കിലുണ്ടായിരുന്ന വ്യക്തി ഓരോ കാര്യങ്ങളായി പറയാൻ തുടങ്ങി. അപ്പുറത്തുനിന്നുള്ള ഓരോ വാക്കുകൾ കേൾക്കുന്തോറും അയാളിലെ രാക്ഷസൻ ഉണർന്നു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഉറങ്ങാതെ കണ്ണു തുറന്ന് കിടക്കാനായിരുന്നെങ്കിൽ എന്തിനാ പെണ്ണിനെ നീ കയറും പൊട്ടിച്ചിവിടേക്ക് വന്ന്? നീലി മുന്നിലെ കണ്ണാടിയിലേക്ക് നോയിക്കൊണ്ട് തന്റെ തോളിൽ ഉറങ്ങാതെ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി ചോദിച്ചു. ആളതൊന്നും തന്നെ ബാധിക്കുന്നവല്ലെന്ന പോലെ വായിൽ വിരലും തിരികിക്കൊണ്ട് ആ കിടത്തും തുറന്നു. മര്യാദക്ക് ആ കൊടിയേറ്റം കണ്ടിട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പൊ പെണ്ണിന് എന്നില്ലാത്ത പോലെ ഒരു വാശി. നീലി കുറുമ്പ് പിടിച്ച മുഖഭാവത്തോടെ കുഞ്ഞിനോട് പറഞ്ഞു. എന്നാൽ അവിടെയും സംസാരവും ഭാവങ്ങളുമെല്ലാം ഇമച്ചിമാർ മറന്നുകൊണ്ട് നോക്കിയെന്നൊരുവൻ ആ വാതിൽക്കൽ മറഞ്ഞു നിന്ന് അവിടെ കണ്ണുകൾ കണ്ടിരുന്നില്ല. അയാളുടെ കണ്ണുകൾ ആ പെണ്ണിൽ വിരിയുന്ന ഓരോ ചെറിയ ഭാവമാറ്റങ്ങളെയും അത്രയും കൊതിയോടെയും ഉന്മാദത്തോടെയും തന്റെ കഴുകൻ കണ്ണുകളിൽ നിറച്ചുകൊണ്ടിരുന്നു. അന്നാദ്യമായി അയാളുടെ കണ്ണുകൾ അവളിൽ ഉടനീളം കടിഞ്ഞാൻ നഷ്ടപ്പെട്ട പോലെ ഓടി നടന്നു. ആ കണ്ണുകളിൽ അവൾ ഇന്ദ്രന്റെ നീലിയായിരുന്നില്ല, തേതിയായിരുന്നു. നാൽപ്പാട്ട് അനന്തന്റെ തേതി. തേതി. അത്രയും ലോലമായി അയാളുടെ ചുണ്ടുകൾ ആ നാമം ഉരുവിട്ടു. കുഞ്ഞിനോടെന്തോ പറഞ്ഞുകൊണ്ട് വാതിൽ നേർക്ക് തിരിഞ്ഞവൾ കാണുന്നത് വല്ലാത്തൊരു ഭാഗത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന അനന്തനെയാണ്. അയാളുടെ ആ നോട്ടവും സ്വയം മറന്നുള്ള നിൽപ്പുമെല്ലാം ആളിൽ ചെറുതല്ലാത്ത വിധം ഭീതി പടർത്തുന്നവയായി മാറുന്നത് അവൾ അറിഞ്ഞു. അനന്ത, അനന്ത. താഴെമുറിയിൽ നിന്ന് കേൾക്കുന്ന ശിവശങ്കര തമ്പിയുടെ ഗാംഭീര്യം എന്ന ശബ്ദമാണ് അയാളെ തേതി എന്ന മായികലോകത്തിന് തിരികെ എത്തിച്ച്. അയാളുടെ മിഴികൾ തനിക്ക് നേരെ ഭയത്തോടെ നീളുന്ന അവിടെ നയനങ്ങളെ കാണെ ഒന്ന് ആർദ്രമായി. അയാളുടെ ആ ഭാവപ്പകർച്ച അവളിൽ എന്തെന്നില്ലാത്ത ആശങ്കകൾക്ക് കാരണമായി. തനിക്ക് നേരെ നീളുന്ന ആ മിഴികളിലെ ഭാവം അത് അവളിൽ അസ്വസ്ഥത തീർത്തു. എന്താ ചെറിയച്ച? അവൾ ഉള്ളിലെ ആശങ്കകളെ വെളിയിലേക്ക് കടത്തിവിടാതെ അയാളോടായി തിരക്കി. എന്നാൽ അവിടെ ആ ചോദ്യം അയാളിൽ നന്നേ മുഷിച്ചിൽ തീർത്തു. അവളുടെ ചെറിയച്ച എന്ന വിളി അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ കണ്ണുകളിൽ അവൾ തേതിയാണ്, ചന്ദ്രമംഗലത്തെ തേതിക്കുട്ടി. അനന്ത, അനന്ത. ശിവശങ്കരൻ തമ്പിയുടെ ശബ്ദം ഒരിക്കൽ കൂടി അവിടെ ഉയർന്നു. അയാൾ അവളിൽ തന്നെ മിഴികൾ പറിച്ചു മാറ്റിക്കൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി കഴിഞ്ഞിരുന്നു. നീലി അയാൾ പോയ വഴിയൊന്ന് നോക്കിക്കൊണ്ട് ഏറി വന്ന ചിന്താഭാരത്തോടുകൂടി കുഞ്ഞുമായി കിടക്കയിലേക്ക് ഇരുന്നു. എത്ര നേരാടാ നിന്നെ വിളിക്കുന്നു? ആരുടെ അമ്മയെ കെട്ടിയെടുക്കാൻ പോയതാടാ നീ? മുറിക്കകത്തേക്ക് വന്ന അനന്തനെ കാണെ അയാൾ അത്യധികം ദേഷ്യത്തിൽ അയാളോട് കയർത്തു. എന്താ അച്ഛനെന്തിനെ എന്തെങ്കിലും അത്യാവശ്യകാരിയാണോ? ആനന്ദിനുള്ളിലെ മുഷ്ടിൽ പുറമെ പ്രകടിപ്പിക്കാതെ അയാൾക്കരികിലേക്ക് വന്നുകൊണ്ട് വിനയത്തോടെ തിരക്കി. ഇനി എന്താ അത്യാവശ്യം? എല്ലാം നശിച്ചില്ലേ, നാശിപ്പിച്ചില്ലേ അവൻ മേഘനാഥൻ. അത് പറയുമ്പോൾ അയാളുടെ വാക്കുകൾക്ക് മുറുക്കമേറി. എത്ര വർഷങ്ങളായിട്ടുള്ള എന്റെ കാത്തിരിപ്പാന്നറിയോ അവൻ ഒരുത്തൻ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയത്? അന്ന് ആ പൂജ പൂർണ്ണമായിരുന്നെങ്കിൽ അവൻ ഉൾപ്പെടെ എല്ലാം എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയേനെ. അയാൾ ഒരു നീചഭാവത്തിൽ പറഞ്ഞു. ഇത്ര നാളും ചെയ്തു കൂട്ടിയതിനൊക്കെ അർത്ഥമില്ലാതായില്ലേ എന്റെ ഇന്ദ്രൻ? അവനിലൂടെ ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം അവൻ ഒറ്റ ദിവസം കൊണ്ട് തകർത്തു. അതുമാത്രോ, അവൾ ആ തീയതി അവളെയും സ്വതന്ത്രയാക്കിയില്ലേ? അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിലെ കനൽ അഗ്നിയായി മാറാൻ തുടങ്ങിയിരുന്നു. അവളെ എത്രയും വേഗം ഇരുത്തണാനെന്താ? ഇല്ലെങ്കിൽ ഈ തറവാട് അവൾ മുടിക്കും.
വർഷാവർഷം കൊടിയേറ്റത്തിന് മുന്നേ അവൾക്കുള്ള ബലികർമ്മങ്ങൾ നടത്തി അവളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നതാ ഞാൻ. അന്നാ രാത്രി അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായി അവൾക്കുള്ള ബലി ഞാനൊരു മുടക്കം കൂടാ നടത്തിയേനെ. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞെന്ന് ഒന്നും അറിയാതെ ഈ കോവിലത്തിന്റെ അകത്തങ്ങളിൽ അകപ്പെട്ടുപോയ കുഞ്ഞിന്റെ മുഖമായിരുന്നു. അന്നത്തോടെ എനിക്ക് നഷ്ടമായതെല്ലാം എന്നിലേക്ക് തന്നെ തിരികെ വരുമായിരുന്നു. എന്റെ ഹിതൻ, എന്റെ പൊന്നുമോൻ, അവനെ ഇനി ഒരിക്കലും നേടാനാവാത്ത വിധം ഞാൻ നഷ്ടപ്പെടുത്തി. അയാൾ ഇടറി തുടങ്ങിയ തന്റെ വാക്കുകളെ പെറുക്കി കൂട്ടി പറഞ്ഞുകൊണ്ട് കയ്യിലെ ഊന്നുവടി കുത്തി താഴേക്ക് ഊർന്നിരുന്നു പോയി. അച്ഛാ, ആനന്ദൻ അയാളുടെ തോൾ കൈവച്ചിട്ട് വിളിച്ചു. എന്തിനാടാ അവനെന്ന് അങ്ങനെ ചെയ്ത്? കേവലം ഒരു പെണ്ണിന് വേണ്ടി അവൻ എന്തിനാടാ അവന്റെ ജീവൻ കളഞ്ഞത്? അതിന് മാത്രം ആരാടാ അവള്? ഒരു ഊമ പെണ്ണിന് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും നശിപ്പിച്ച് കളയാനും മാത്രം അവൾക്ക് എന്ത് മൂല്യാടാ ഉണ്ടായിരുന്നത്? ചോദിക്കുമ്പോൾ അയാൾക്കുള്ളിൽ നിറഞ്ഞിരുന്നത്രയും ആ പെണ്ണിനോടുള്ള പുച്ഛവും അമർഷവും മാത്രമായിരുന്നു. എന്നാൽ അയാളുടെ ആ വാക്കുകൾ കേൾക്കെ അനന്തന്റെ ചുണ്ടുകളൊന്ന് കോടിപ്പോയി. അയാൾക്കുള്ളിൽ തന്റെ അച്ഛനോടുള്ള അവജ്ഞ അധികരിച്ചു. നീയും കുറെ കാലം നിന്റെ പുറകെ നടന്നല്ലേ, എന്നിട്ട് സ്വന്തം കാര്യം വന്നപ്പോ നീ തന്നെ അവളുടെ ജീവൻ എടുക്കാൻ കാരണമായി. അതുപോലെ അവൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? എന്റെ ചോരയല്ലേ അവൻ, എന്നിട്ടും അവൻ എന്തിനത് ചെയ്തു? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നിനു പകരം 9 ഭാര്യമാരെ ഞാൻ അവന് കൊണ്ടുവന്നു കൊടുത്തേനെ. പക്ഷേ അവിടെ അവൻ ആവശ്യം ആ ഊമ പെണ്ണ് മാത്രമായിരുന്നു. അത് പറയുമ്പോൾ അയാളുടെ രക്തം തിളച്ചു. അതിനു മാത്രം മേന്മയൊന്നും ഞാൻ നോക്കിയിട്ട് അവളിൽ കണ്ടില്ല. ഏതൊരു പെണ്ണിലുള്ളതേ അവളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വക്രീച്ച ചിരിയോടെ അയാൾ അത് പറയുമ്പോൾ അനന്തൻ തന്റെ അച്ഛനെ ഒന്ന് നെറ്റി വിളിച്ച് നോക്കി. കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ ആ മുഖത്തെ പുച്ഛം കളഞ്ഞ ചിരി മാത്രം മതിയായിരുന്നു. അയാൾക്കതിന് അത്ഭുതമൊന്നും തോന്നിയില്ല. അല്ലെങ്കിലും ചെറ്റത്തരങ്ങൾ ഒരു ശീലമാക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമേ ആയിരിക്കില്ലല്ലോ. പറയുമ്പോൾ താനും ആ കൂട്ടത്തിൽ പെടുന്നവനാണല്ലോ. അയാൾക്കുള്ള മന്ത്രിച്ചു. എല്ലാവരും പറയും നാൽപ്പാട്ട് ശിവശങ്കരൻ തമ്പി ഇന്ദ്രനോടൊന്നിനെയും സ്നേഹിച്ചിട്ടില്ലെന്ന്, ഹൃദയത്തോട് ചേർത്തു പിടിച്ചിട്ടില്ലെന്ന്. എന്നാൽ നാളിത്രയായിട്ടും എന്തുകൊണ്ട് അവൻ എനിക്ക് പ്രിയപ്പെട്ടവനായി മാറിയെന്ന് ഒരാൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതിന് ഉത്തരം തേടിപ്പോയിട്ടില്ല വീട്ടികൾ. ആ വാക്കുകളിൽ അത്രയും നിറഞ്ഞെന്ന് അത് പറയുന്നവരോടുള്ള പുച്ഛമായിരുന്നു. അതിനുത്തരം ഒന്നേയുള്ളൂ. അവന്റെ അച്ഛൻ നാൽപ്പാട്ട ഹിതേന്ദ്രനായതുകൊണ്ട്, ആ ഹിതേന്ദ്രൻ എന്റെ മകനായതുകൊണ്ട്, എന്റെ കുഞ്ഞിന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇന്ദ്രനെ എനിക്കിന്ന് വകവെക്കേണ്ടില്ലായിരുന്നു. അവനെ നേടിയെടുക്കാൻ വേണ്ടി ഒരുവന്റെയും പ്രീതി പിടിച്ചു പറ്റേണ്ടി വരില്ലായിരുന്നു. അയാൾ ധാർഷ്ട്യം നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു. എനിക്ക് വേണ്ടത് അവനെയാണ്, എന്റെ മകനെ. ഇന്ദ്രൻ എനിക്ക് അവനിലേക്ക് എത്താനുള്ള ഒരു മാധ്യമം മാത്രമായിരുന്നു. അച്ഛനെ അപ്പാടെ പകർത്തിയ മകൻ, അതിപ്പോ രൂപത്തിലായാലും ഭാവത്തിലായാലും അതങ്ങനെ തന്നെ. അയാളുടെ കണ്ണുകളിൽ സ്വന്തം മകനോടുള്ള വാത്സല്യത്തിന്റെ അലകൾ ഉയർന്നു. അവനെ തിരികെ നേടാൻ അവനില്ലാതായ നാൾ മുതൽ തുടങ്ങിയ എന്റെ പരിശ്രമങ്ങൾക്ക് എന്നും വിലങ്ങുതടി അവരായിരുന്നു. ചന്ദ്രമംഗലത്തുള്ളവര്. പണ്ട് മുത്തശ്ശനായിരുന്നെങ്കിൽ ഇന്നത് കൊച്ചുമകനാ. ആ ബ്രഹ്മദത്തനെ ഇല്ലാതാക്കിയപ്പോഴേ ആ മനക്ക് തീയിടണമായിരുന്നു. എന്നാൽ ഇന്നൊരു മേഘനാഥനും എനിക്ക് മുന്നിൽ വിലങ്ങുതടിയായിട്ട് വരില്ലായിരുന്നു. അയാളുടെ പല്ലുകൾ അവനോടുള്ള പകയാൽ ഞെരിഞ്ഞമർന്നു. എല്ലാം നശിപ്പിച്ചില്ലേ അവൻ? എന്റെ കുഞ്ഞിനെ വീണ്ടും എന്നിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചില്ലേ? അന്ന് ആ പൂജ സമ്പൂർണമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങി ഒരടിമയെപ്പോലെ എനിക്കൊപ്പം ഇന്ദ്രനായി എന്റെ ഹിതൻ ഉണ്ടാവുമായിരുന്നു. എല്ലാവർക്കും മുന്നിൽ അവനെ ഞാൻ ഇന്ദ്രനായി വാഴിച്ചേനെ. ആ നിമിഷത്തെ മനസ്സിൽ കണ്ടെന്ന പോൽ അയാളുടെ കണ്ണുകൾ അഗ്നിയായി തിളങ്ങി. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ നാട് മുഴുവൻ എന്റെ കാൽ കീഴിൽ അമർന്നേനെ. എല്ലാത്തിനും എല്ലാവർക്കും ഉടയവനായി ഈ ഞാൻ മാത്രം. കാലത്തിന്റെ വേഗതക്കനുസരിച്ച് മുന്നോട്ട് ചലിക്കാൻ വേണ്ടി ഒരു ചന്ദ്രമംഗലവും പിന്നീട് അവിടെ അവശേഷിക്കില്ലായിരുന്നു. അയാളിലെ വൈകൃതം ആ ശബ്ദത്തിൽ ആകമാനം പ്രതിധ്വനി തീർത്തു. എന്റെ ഈ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാക്കിയില്ലേ അവൻ? എന്റെ ആഗ്രഹങ്ങൾക്ക് മീതം മണ്ണ് വാരിയിട്ടില്ലേ? അപ്പൊ ഇനി അതൊന്നും അവനും വേണ്ട. ഇനി ഒരു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അവനിൽ അവശേഷിക്കാത്ത വിധം അവന്റെ ജീവിതം ഇരുട്ടിനാണ്ട് തീരുന്നത് എനിക്ക് കാണണം. അയാൾ ഒരു ഉന്മാദത്തോടെ പുലമ്പി. ഇനി ഒന്നിനു വേണ്ടിയും കാത്തിരിക്കേണ്ടതില്ല.
ആരെയും ഭയക്കേണ്ടതുമില്ല. എല്ലാത്തിനും അവസാനം മരണമാണെങ്കിൽ കൂടി അത് ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കുക. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കാണണം, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു ഒരു ഭ്രാന്തനെ പോലെ അറിയുന്ന ചന്ദ്രമംഗലത്തെ ചെറിയ തമ്പുരാനെ. അയാൾക്കുള്ളിലെ പക വാക്കുകളുടെ രൂപത്തിൽ പുറത്തേക്ക് വന്നു. ചന്ദ്രമംഗലം എന്ന പേര് ഇനി ഈ നാരായണമംഗലത്താരും ഉരുവിടാത്ത വിധം എല്ലാത്തിനെയും ചുട്ടരിക്കണം. ചന്ദ്രമംഗലത്ത് മഹേശ്വര മേഘനാഥൻ അവൻ ഇനി വേണ്ട. ഒരു പുൽക്കൊടി പോലും അവശേഷിക്കാത്ത വിധം അവന് ചുറ്റുമുള്ളതെല്ലാം തീയിൽ അമരണം. അയാൾ ക്രോധത്തിൽ പുലമ്പിക്കൊണ്ടിരുന്നു. ആനന്ദന് അത് കാണെ പുച്ഛമാണ് തോന്നിയത്. ഒരിക്കലും ഇയാളുടെ വാക്കുകൾ കേട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായ നഷ്ടം ഇനി എത്ര ജന്മം തപസ്സിരുന്നാലും തനിക്ക് നികത്തിയെടുക്കാൻ കഴിയാത്തതാണ്. ചതിച്ചതാണ് തന്നെ. ഒരു കാലത്തും തിരിച്ചു വരാത്ത തന്റെ ശബ്ദം തിരിച്ചു തരാമെന്ന പൊയ്വാക്ക് നൽകി ചതിച്ച് കൂടെ കൂട്ടിയതാണ്. മറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം അത്രയ്ക്കും തന്നെ ലഭിക്കാൻ ഈ സമൂഹത്തിലും കുടുംബത്തിലും അവഗണിക്കപ്പെട്ടിരുന്നു. കൂടെ നിൽക്കാമെന്ന സമ്മതം മൂളിയതും ഇനിയൊരു മടക്കമില്ലാത്ത വിധ അയാളുടെ കാൽ കീഴിൽ തളച്ചിട്ടു. അന്നങ്ങനെ ഒരു ചതിയിൽ അകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് വില കൊടുത്തിട്ടായിരുന്നെങ്കിലും അവളെ താൻ സ്വന്തമാക്കുമായിരുന്നു. ഒരിക്കലും തിരികെ കിട്ടാത്ത ഒന്നിനു വേണ്ടി സ്വന്തം പ്രണയത്തെ ബലിയർപ്പിച്ചവൻ വിശ്വസിച്ചു പോയി. അയാളിൽ അച്ഛൻ ഒരു നിമിഷത്തേക്ക് കണ്ണടച്ച് വിശ്വസിച്ചു പോയതിന് തനിക്ക് ഹോമിക്കേണ്ടി വന്നത് ഏറെ ആഗ്രഹിച്ച തന്റെ ജീവിതമാണ്. മനസ്സിൽ വീണ്ടും വീണ്ടും ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് തികഞ്ഞ ആത്മനിന്ദയോടെ കഴിഞ്ഞുപോയ ഓരോന്നും അയാൾക്കുള്ളിൽ മിഴിവോടെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതിൽ മുന്നിട്ടിന്ന് തനിക്ക് മുന്നിലെല്ലാം തകർന്നു പോലെ നിന്ന ഒരു ജോഡി കണ്ണുകളാണ്. അത് ഓർമ്മയിലേക്ക് വന്ന അടുത്ത നിമിഷം അയാളുടെ ഹൃദയം ഒന്ന് വിറച്ചു തുള്ളി. അത് പക്ഷേ ആ കണ്ണുകളുടെ ഉടമയുള്ള ഭയത്താലായിരുന്നുവെന്ന് മാത്രം. ഈ ഉത്സവം കഴിയുന്നതോടെ എൻ്റെ അന്ത്യം ഉണ്ടാവുമെന്ന മണപ്പാട്ട് തിരുമേനി വിധി എഴുതിയിരിക്കുന്നത്. അതിനു മുന്നേ എനിക്ക് അവൻ്റെ നാശം കാണണം അനന്താ. അതിനുശേഷം മരണം വരിച്ചാൽ മതി എനിക്ക്. അയാളുടെ വാക്കുകളാണ് അനന്തനെ കഴിഞ്ഞുപോയ ഓരോന്നിലും തിരികെ കൊണ്ടുവന്ന്. എടി, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കില്ലേ എന്റെ ബൊമ്മി? ഞാൻ പ്രശ്നത്തിനൊന്നും പോയില്ലടി. നിന്റെ നോട്ടവും നിപ്പും കണ്ടാ തോന്നും ഞാനെന്തോ 4 പേര് എടുത്തിട്ട് ചാമ്പിയിട്ട് വന്നതാണെന്ന്. അവൻ തനിക്ക് മുമ്പിൽ കണ്ണും കൂർപ്പിച്ച് നിൽക്കുന്നവളൊന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് നയത്തിൽ അകത്തേക്ക് വലിഞ്ഞു. ക്ഷേത്രത്തിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് അന്നദാനത്തിന് മുന്നേ ഒന്ന് കുളിച്ചു മാറാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതാണ് അവൻ. പോയപ്പോഴുള്ള കോലമല്ല തിരികെ വന്നവന്. ധരിച്ചിരുന്ന വസ്ത്രം മുഴുവൻ അഴുക്കും ചെളിയുമാണ്. ആ കോലം കണ്ടതും അതുവരെ അവനെ നോക്കിയിരുന്നവരുടെ കണ്ണുകളൊന്ന് കൂർത്തുപോയി. ഇയാൾ അമ്പലത്തിലേക്ക് തന്നെയല്ലേ പോയത്? ഇതെന്ത് കോല മനുഷ്യ? പാടത്ത് പണിക്ക് പോകുന്നവരുടെ ദേഹത്തെ ആളിൽ എത്രയും ചെളിയഴുക്കും. അവൾ അവനെ പുറകെ ചെന്നുകൊണ്ട് ചോദിക്കലും അവൻ മുറിക്കകത്തേക്ക് കയറിക്കൊണ്ട് ധരിച്ചിരുന്ന ഷർട്ട് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞിരുന്നു. അവൾ ചുളിഞ്ഞ മുഖത്തോടെ അത് ഇടത് കൈ കൊണ്ട് മുഖത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി കണ്ണുരുട്ടി. നീ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ എന്നെ ഒന്ന് 10 മിനിറ്റ് ആ മടിയിലേക്കൊന്ന് കിടത്തെന്റെ ഭാര്യയെ. രാവിലെ മുതൽ തുടങ്ങി ഇരുന്നിരുന്ന് മനുഷ്യന്റെ പെടലിയും നടുവൊക്കെ ഒടിയാനായ മട്ട. അവൻ പറയുന്നതിനൊപ്പം കട്ടിലേക്ക് മറിയാൻ ആഞ്ഞു. കിടക്കരുത്. അത് കണ്ട അടുത്ത നിമിഷം അവൾ അവനോട് പറഞ്ഞു. എന്തോന്ന്? അവൻ അവളെ നോക്കി പുരികം ചുളിച്ചു. ഈ കോളത്തിലെങ്ങാനും അതി കയറി കിടന്നാലേ തന്റെ ചൊറിയൻ തല ഞാൻ തല്ലി പൊട്ടിക്കും. അവൾ അവന് നേർക്ക് ചീറി. എനിക്ക് കിടക്കണം. അവിടെ ആ കണ്ണുരുട്ടലും സംസാരവും കേൾക്കെ അവൻ ചുണ്ടു വിളിക്കൊണ്ട് പറഞ്ഞു. പോയി കുളിച്ചു വന്നിട്ട് എത്രയാന്ന് വെച്ചാൽ കിടന്നു. ആദ്യം പോയി ആ ദേഹത്തുള്ള ചെളിയിളക്കി കളഞ്ഞിട്ട് വാ, എന്നിട്ട് ശരിയാ. ബൊമ്മി അമ്മി, നീ കിടുങ്ങാൻ കൊണ്ട് നടക്കും മനുഷ്യ. കാള പോലെ വളർന്നു, എന്നിട്ട് ഇപ്പോഴും വൃത്തി എന്ന് പറയുന്ന അടുത്തോടെ പോയിട്ടില്ല. ആളവന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. ഇതൊക്കെ കുറച്ച് കടുപ്പാണടി യക്ഷിക്കുഞ്ഞേ. അവൻ അവൾക്കൊപ്പം പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ അവളോട് പറഞ്ഞു. ആ സാരില്ല, കുറച്ച് പഞ്ചാരയൊക്കെ അങ്ങ് ഇറക്കിക്കോ. അവൾ തന്നെ നോക്കി ചുണ്ടും ചുളുക്കി വരുന്നവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് താഴേക്കുള്ള പടികൾ ഓരോന്നായി ഇറങ്ങി. ശരിക്കും ഞാൻ പഞ്ചാര കിടക്കട്ടെടി ഭാര്യയെ? അവൻ ചോദിച്ചുകൊണ്ട് അവളിലേക്ക് ഒട്ടിച്ചേർന്ന് വന്നു. തൊട്ടങ്ങി ഒന്നും വേണ്ട, ഇങ്ങോട്ട് പാടൂ. അവൾ അവനുമായി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ കലക്കും നാഥാ. അവൾ അവനെ ഒന്ന് കടുപ്പിച്ച് വിളിച്ചു. നാഥാ. ഓ അലറണ്ട, ഞാൻ പോയി. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കുളിമുറി ലക്ഷ്യമിച്ച് നടന്നു നീങ്ങി. മനുഷ്യനൊന്നും വായോർക്കാൻ സമ്മതിക്കൂല. അപ്പോഴെങ്കിലും കുക്കർ വിസിലടിക്കുന്ന പോലെ വിളി വരും. ഒരു ദിവസം നിന്റെ ഈ വിസിലിൽ ഞാൻ ഊരുവടി കുഞ്ഞമ്മണി. അവൻ ബാത്റൂമിലേക്ക് കയറി വാതിൽ ചാരുന്നതിനിടെ പുറത്ത് നിൽക്കുന്നവൾ നോക്കി ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ഞൊടിഞ്ഞു. എപ്പോഴാ ബോഡി വെക്കുന്നത്? കേശവനായിട്ട് വീട്ടുവളപ്പിലെത്തിയതും ഇന്ദ്രനെ വരവേറ്റത് ആ ചോദ്യമാണ്. 2 മണിന്നാ ശാന്തിക്കാരൻ പറഞ്ഞു. അയാൾക്ക് അടുത്ത് നിന്നിരുന്ന മറ്റൊരാൾ അതിന് ഉത്തരം നൽകി.
അത് കേൾക്കെ അവൻ അവരെയും നോയിക്കൊണ്ട് വീടിന് പുറത്ത് തന്നെ നിന്നു. ഇനിയും പൂജാകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ടതുകൊണ്ട് തന്നെ അവന് പെലവുള്ള വീട്ടിലേക്ക് കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് അവൻ അവിടെ തന്നെ നിലയുറപ്പിച്ചു. കുറച്ചു കഴിഞ്ഞതും കുറച്ചുപേര് ചേർന്ന് കേശവനായിട്ട് വെള്ളം ഉതപ്പിച്ച ശരീരം താങ്ങിക്കൊണ്ടുവന്ന് പുറത്തൊരുക്കിയിരുന്ന ഒരു ഇരുമ്പിന്റെ നീളം ടേബിളിലേക്ക് കിടത്തി. ആ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നു അകത്തുണ്ടായിരുന്നവരുടെ കരച്ചിൽ ചീളുകൾ ഉച്ചത്തിലായി. ആ അന്തരീക്ഷം അവനെ നന്നായി തന്നെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. വെള്ളപുതച്ച് കിടത്തിയിരിക്കുന്ന ആ ശരീരവും സ്ത്രീജനങ്ങളുടെ ആരുടെ ഉച്ചത്തിലുള്ള നിലവിളിയുമെല്ലാം അവനെ കൊണ്ടെത്തിച്ചത് മരണം എന്തെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ അച്ഛന്റെയും അമ്മയുടെയും മരണ ദിവസം ഇതുപോലെ അവരുടെ നിശ്ചലമായി കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കി ഒരു കോണിലായി മാറിയുന്ന 5 വയസ്സുകാരനിലേക്കാണ്. ചുറ്റിനും കൂടുന്നവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി നിറമിഴിയാലെ പകച്ചിരുന്ന ആ ചെറിയ കുട്ടിയെ ആ ജനക്കൂട്ടത്തിൽ അവൻ വീണ്ടും ഒരിക്കൽ കൂടി കണ്ടുമുട്ടി. ലോകം മുഴുവൻ തകർന്നു വീണ പോലെ തോന്നിയ ആ നിമിഷത്തിൽ അവന്റെ ഹൃദയത്തിൽ ഒരു വലിയ ശൂന്യത വേരുറച്ചു. ആ ശൂന്യത തന്നെയാണ് വർഷങ്ങളോളം അവനൊപ്പം വളർന്നത്. ഒറ്റപ്പെടലിന്റെ ഓർമ്മയായി, കരച്ചിലിന്റെ പ്രതിധ്വനിയായി. ഇന്നും മറ്റൊരു മരണം കണ്ണുകൾക്ക് മുമ്പിലെത്തിയപ്പോൾ ആ പഴയ വേദനകളെല്ലാം പൊട്ടിത്തെറിച്ച് പുറത്തു വരികയായിരുന്നു. ശ്വാസം മുട്ടിക്കുന്ന ഓർമ്മകൾ അവനെ പിടിച്ചു കുലുക്കി. തന്റെ കാലുകൾക്ക് കീഴിലുള്ള നിലം പോലും ഉറച്ചതല്ലാത്ത പോലെ അവൻ ഉലഞ്ഞു നിന്നു. ഒത്തിരി നേരമായി കൊണ്ടുവന്നിട്ട് അടുത്തുനിന്നുള്ള ചോദ്യങ്ങൾക്ക് അവൻ പകപ്പോടെ തനിക്കരികിൽ നിൽക്കുന്നവനെ നോക്കി. അവന്റെ കണ്ണുകളും തനിക്ക് മുന്നിലെ കാഴ്ചയിൽ എവിടെയോ തറഞ്ഞു നിൽക്കുകയാണെന്ന് കണ്ടതും അവനൊന്ന് മൂളി. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഇന്ദ്രൻ മേഘനോട് തിരക്കി. ഞാൻ അയാൾ കുറച്ച് കാശുകടം കൊടുത്തിരുന്നു. സീതയിലേക്ക് എടുക്കും മുന്നേ അതൊന്ന് വാങ്ങിയിട്ട് പോവാന്ന് കരുതി വന്നാ ഞാൻ. അവന്റെ ഗൗരവത്തുള്ള മറുപടികൾക്ക് ഇന്ദ്രൻ അതുവരെ തന്നെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് പുറത്തു കിടന്നുകൊണ്ട് തനിക്കരികിൽ നിൽക്കുന്നവനെ നോക്കിയൊന്ന് പല്ലുകടിച്ചു. അല്ലേ, മരിച്ച വീട്ടിൽ പിന്നെ ആളുകൾ ഉത്സവ പിരിവിന് വരുവാ ദേവേന്ദ്ര. മേഘൻ ചുണ്ടുകൊട്ടിക്കൊണ്ട് തിരക്കി. ഒരു മരണ വീട്ടിൽ നിന്നിട്ടാണ്ടാ ഇമാതിരി വർത്താനം പറയുന്നത്? മരിച്ചു കിടക്കുന്ന ശവത്തിനോടെങ്കിൽ ഇത്തിരി ബഹുമാനാവാം. ഇന്ദ്രൻ തന്റെ ശബ്ദം കുറച്ചുകൊണ്ട് അവനോട് ഈർഷ്യയോടെ പറഞ്ഞു. അതിന് ഞാനെന്തോ ചെയ്ത്? നിന്റെ പറച്ചിലേണ്ട തോന്നും ഞാൻ അതിന് മുന്നിൽ കിടന്ന് തുള്ളിന്ന്. പിന്നെ ബഹുമാനം, ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്ത ബഹുമാനമൊന്നും മരിച്ചെടുക്കുമ്പോൾ കൊടുക്കേണ്ടതില്ലെന്നാ എന്റെ പക്ഷം. അല്ലെങ്കിലും ശവത്തിനൊക്കെ എന്തിനാണോ ബഹുമാനവും? അത് പറയുമ്പോൾ അവന്റെ മനസ്സിലെ ചിന്തകൾ പലതായിരുന്നു. നിന്നിൽ നിന്ന് ഞാൻ കുറച്ചുകൂടെ മാന്യത പ്രതീക്ഷിച്ചിരുന്നു. അവന്റെ ആ കൂസില്ലാതെ സംസാരം കേൾക്കെ ഇന്ദ്രനെ ഒരു പുച്ഛങ്ങൾ എന്ന ഭാവത്തിൽ മുന്നിലേക്ക് നോയിക്കൊണ്ട് പറഞ്ഞു. മാന്യത അത് അർഹിക്കുന്നവർ മാത്രമേ ഞാൻ വിളമ്പാറുള്ളൂ. ഈ പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നീ നിന്റെ ആ കാവടി തന്തയോടൊന്ന് ചോദിച്ചാൽ മതി. മേഘൻ അവൻ നോക്കിക്കൊണ്ട് ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ആ ചത്ത് കിടക്കുന്നവൻ അതൊട്ടും അർഹിക്കാത്തതുകൊണ്ട് അവന് നേർക്കത് വെച്ച് കിട്ടേണ്ട കാര്യം എനിക്കില്ല. അവന്റെ കാഠിന്യമേറിയ വാക്കുകൾ കേൾക്കെ ഇന്ദ്രന്റെ നെറ്റിയിൽ ചുളിവുകൾ പ്രത്യക്ഷമായി. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. ഈ ആള് മുള്ളുമുരിക്കിൽ വീണു അടിയായതൊന്നല്ലല്ലോ, കൊന്ന് ചേറിൽ താഴ്ത്തിയല്ലേ. അതാരാ ചെയ്യിച്ചെന്നും എന്തിനു വേണ്ടി ആ ചെയ്യിച്ചെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാം ഞാൻ. എത്രയും പെട്ടെന്ന് ആ പെൺകൊച്ചിനെ കൂട്ടി നീ അവിടുന്ന് മാറിക്കോ. ആ കാവടി തന്തയുടെ അടുത്തുനിന്ന് ഇനിയൊരു നീക്കുണ്ടായ പിന്നെ ഒന്നിനു വേണ്ടിയും കാത്തിക്കില്ല ഞാൻ. അയാള് ചത്തുവെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ഞാൻ അവിടുന്ന് മടങ്ങും. മേഘന്റെ വാക്കുകൾ കേൾക്കെ ഇന്ദ്രന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ആ ചോദ്യങ്ങളെല്ലാം ഒന്ന് വിടാതെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നോണം മേഘന്റെ ചുണ്ടൊന്ന് കൂടി. അയാൾക്കുള്ള കയറുമായി കാലൻ പുറപ്പെട്ട് കഴിഞ്ഞു ഇന്ദ്ര. ഇനി ഒന്നു മാത്രമേ തീരുമാനിക്കേണ്ടതായിട്ടുള്ളൂ. ആ കർമ്മം ചെയ്യുന്ന കൈകൾ അതാരുടേതാവണമെന്ന്. കാരണം ഞാൻ നോക്കിയിട്ട് രണ്ടുപേരുടെയും കൈകൾ അതിനൊരുപോലെ അർഹമാണ്. മേഘന്റെ ആ വാക്കിൽ കേൾക്കെ അവന്റെ തല പുകഞ്ഞു തുടങ്ങി. രണ്ടുപേരുടെയും കൈകൾ അതിനൊരുപോലെ അർഹമാണ്. അവൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അവന്റെ ചിന്തയെയും ശിരസിനെയും ഒരുപോലെ ചൂടുപിടിച്ചുകൊണ്ടിരുന്നു. ആ കിടക്കുന്നവൻ പറയാൻ ബാക്കി വെച്ച നാൽപ്പാട്ട് ശിവശങ്കരൻ തമ്പിയുടെ ചരിത്രങ്ങൾ ഇനിയും ഒരുപാടുണ്ട് ഇന്ദ്ര. എല്ലാം നീ അറിഞ്ഞു കഴിയുമ്പോ മുന്നും പിന്നും നോക്കാതെ ചാമ്പിയേക്കരുത്. ആദ്യത്തെ വെട്ട് അതിന് അർഹതയുള്ള കരങ്ങൾ വേറെയുമുണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരികെ നടന്നു. അവന്റെ വാക്കുകളിൽ ഒരു നിമിഷം കുടുങ്ങിക്കിടന്നുവെങ്കിലും അടുത്ത നിമിഷം ഇന്ദ്രൻ അവന് പുറകെ പാഞ്ഞു. മൈ അവന് പുറകെ ചെന്നുകൊണ്ട് അവൻ വിളിച്ചു. ആ വിളി പ്രതീക്ഷിച്ച പോലെ മേഘനൊരു പുഞ്ചിരിയോട് അവന് നേർക്ക് തിരിഞ്ഞു. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവൻ കുതിച്ചുയരാൻ വെമ്പുന്ന ഹൃദയത്തിന്റെ പിടപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് തിരക്കി. അർത്ഥങ്ങളൊക്കെ പലതുമുണ്ട്, വൈകാതെ തന്നെ നീ അത് തിരിച്ചറിയും. അവൻ അതേ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറിയത് ഓടിച്ചു പോയി. ഇന്ദ്രൻ അപ്പോഴും അവൻ പറഞ്ഞിട്ട് പോയതിലെ തുമ്പും വാലും തിരഞ്ഞുകൊണ്ട് 2 നിമിഷം അവിടെ അങ്ങനെ നിന്നുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.